എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വൈകുന്നേരം ചായ വെക്കുമ്പോഴത്തേന് കടിയൊന്നുമില്ല. അപ്പം പറഞ്ഞു എന്നാൽ ചെറിയൊരു പലഹാരം ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പലഹാരം ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് ഇതാ ഒരു ചെറിയ കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഗോതമ്പ് വെച്ചിട്ട് നമുക്ക് ഇത് ഒരു ഓട്ടട ഉണ്ടാക്കാമെന്ന് വെച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമല്ലേ. നമുക്ക് അധികം മധുരവും വേണ്ട, കുറച്ച് മധുരവും ഇതെല്ലാം ആയിട്ട് ദോശക്കല്ലിൽ അല്ലെ ഏതെങ്കിലും ഒരു ഫ്രൈ പാനിൽ ചുട്ടെടുക്കാം. എന്താണ് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി മയം വേണം. അപ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ആകെ 3-4 ചുടേണ്ടതോ ആക്കിയെടുക്കണ്ടോ, അതുകൊണ്ട് നമ്മൾ അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല രീതിയിൽ നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അതിൽ ഒട്ടടയിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ, ഒരു 2 സ്പൂണ് പഞ്ചസാര, അധികം മധുരം വേണ്ടാത്തതുകൊണ്ട് മധുരം അധികം ചേർത്തില്ല. ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ മധുരം ചേർക്കാം. പിന്നെ ഓട്ടടയിൽ അധികം പഞ്ചസാര ചേർക്കൽ, വെള്ളം ചേർക്കൽ കുറവാണ്. ഇപ്പം ഞാനിത് വാഴയില എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയതാണ്, കാരണം ഇപ്പം വാഴയില എടുക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കണ്ടേ. അപ്പോൾ നന്നായി കഴുകിയ വാഴയിലയിലേക്ക് നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ഉരുള എടുക്കാം. ഉരുള എടുത്തു, എന്നിട്ട് നല്ലപോലെ പരത്തി കൊടുക്കാം. എല്ലാം ഒരേപോലെ നേർങ്ങനെ നല്ല നൈസായിട്ട് തന്നെ പരത്തുക. കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ പരത്തി കൊടുക്കുക. അധികം കട്ടിയില്ലാതെ പരത്തുമ്പോൾ ഇലയിലേക്ക് പോകും. അന്നേരം നമ്മളൊന്ന് വെള്ളം തൊട്ടാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച പഞ്ചസാരയും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അങ്ങോട്ട് മടക്കി വെക്കാം. അങ്ങനെ നമുക്കിതെല്ലാം ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അത്ര പോരെ ഗോതമ്പ് പൊടി കൊണ്ട് 4 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയൊന്നും ആവശ്യമില്ലാതെ ആയതുകൊണ്ട് നമുക്ക് ഒരു സാധാരണ അടയുണ്ടാക്കുന്ന പാനില്ലേ, അധികം നല്ല ഇതായിട്ട് വെച്ചുകൂടാ, കാരണം അന്നേരം നാശമായി പോകും. കാരണം ഇത് തന്നെ എണ്ണയൊന്നും തേക്കാതെ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാം. എടുക്കാനായിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇത് 2 എണ്ണം വെച്ച് കൊടുക്കാം. അത്രയും വെക്കാൻ പറ്റുള്ളൂ, 2 എണ്ണം വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം ആകുമ്പോൾ മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇത് 2 ഭാഗവും വെന്തോന്ന് വേണമെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ഇതിനകത്തുനിന്ന് ഇലയിൽ നിന്ന് വിട്ടു പോരും. നമുക്കത് ആ ഇലയൊന്ന് മാറ്റി കൊടുക്കാം. കണ്ട, ഇപ്പം നല്ല ഓട്ടട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അത് തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഓട്ടട ഇട റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുമ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട്. കൂടുതൽ പൊരിഞ്ഞെടുക്കണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വാങ്ങിയെടുക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടി മൊരിഞ്ഞെടുക്കണമെങ്കിൽ കുറച്ച് സമയം കൂടി വെക്കാം. ഇത് നമുക്ക് ഇതെടുക്കാം. നമുക്കിനി അടുത്ത 2 എണ്ണം കൂടി ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. 2 എണ്ണം കൂടി ഒഴിക്കും കൂടി റെഡിയാവും. അപ്പോൾ ഇതാ നമ്മുടെ
ഓട്ടടയുടെ റെഡി ആയിട്ടുണ്ട്. 4 എണ്ണം ഞാൻ ചുട്ട് കഴിഞ്ഞു കേട്ടോ. 10 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല ഇപ്പം ആക്കിയെടുക്കാൻ. അതുകൊണ്ട് ആരെങ്കിലും വന്നാലും നമുക്ക് പെട്ടെന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അധികം മധുരമൊന്നും വേണ്ട, അധികം പഞ്ചസാര ചേർക്കാതെയും ഇനിയല്ല വെള്ളം ചേർത്താക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ അന്ന് കുറച്ചും കൂടി ഇതൊരു ടേസ്റ്റ് വരുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.